നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് തിരക്കിലായതിനാലാണ് ഇന്നലെ വീഡിയോ ചെയ്യാൻ കഴിയാഞ്ഞത്. അതിനായി എല്ലാവരോടും ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത് 2 പ്രാവശ്യം ഈ വായന കേൾക്കുക. തീർച്ചയായും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ഈ വ്യക്തിയുടെയും നിങ്ങളുടെയും ഇപ്പോഴത്തെ പ്രണയബന്ധത്തിലെ അവസ്ഥകൾ നോക്കാം. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ വികാരങ്ങൾ നോക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വായനയിൽ നോക്കാൻ പോകുന്നത്. വായനയിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപായി പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. എനിക്ക് ആ ഒരു നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ ചെയ്താൽ മതി. വിളിക്കേണ്ട ആവശ്യമില്ല. വിളിച്ചാൽ എനിക്ക് ഓരോ കോളും അറ്റൻഡ് ചെയ്യാനുള്ള സമയം ലഭിക്കാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല. എൻ്റെ അവസ്ഥ മനസ്സിലാക്കുക. നമുക്കപ്പോൾ വായനയിലേക്ക് കടക്കാം. 2 പ്രാവശ്യം ഈ ഒരു വായന കേൾക്കുക. തീർച്ചയായും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ഇതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. നിങ്ങൾ എത്രത്തോളം ഈ വായന കാണുന്നുവോ, 2 പ്രാവശ്യം എന്ന് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ തിരക്കേറിയ ജീവിതമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ജോലി ഉണ്ടാകാം, പഠിക്കുന്ന വ്യക്തികളായിരിക്കാം, ബിസി ലൈഫായിരിക്കാം. അതുകൊണ്ടാണ് 2 പ്രാവശ്യമെങ്കിലും ഈ ഒരു വായന കാണാൻ പറയുന്നത്. 2 തന്നെ ആകണം എന്നില്ല. 2, 3, 4 എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വായന കണ്ടിന്യൂസ് ആയിട്ട് കാണാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രണയ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ഇതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കണ്ടവർക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. പലവരും എന്നോട് അഭിപ്രായങ്ങൾ വാട്സപ്പിലൂടെ എനിക്ക് അയക്കുന്നുണ്ട്. സന്തോഷകരമായ വാർത്തകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ വീഡിയോസ് തുടർച്ചയായി കണ്ടിട്ട് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വ്യക്തി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. വളരെ അത്ഭുതകരമായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് കൂടുതലും അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിനാലാണ് ഇതിങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഒരുപാട് തെറ്റുകൾ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി ചെയ്ത തെറ്റുകളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് നിങ്ങളെ ഒഴിവാക്കിയത് തന്നെയാണ്. കാരണം നമുക്കിവിടെ നടുക്കഷ്ണത്തിൽ കിട്ടിയിരിക്കുന്ന 3 കാർഡ്സ് കൊണ്ട് നമുക്ക് വളരെ വ്യക്തമാണ് ഈ വ്യക്തി മറ്റെന്തോ കാര്യത്തിന് വേണ്ടി നിങ്ങളെ ഒഴിവാക്കി എന്നുള്ള രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാകാം. വീട്ടുകാരുടെ നിർബന്ധപ്രകാരം നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ഈ വ്യക്തി മറ്റൊരു ബന്ധത്തിലേക്ക് പോയ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റും ഈ വ്യക്തിക്ക് വളരെയധികം സ്നേഹം നിങ്ങളോടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളിത് കാമുകന്മാരാണെങ്കിൽ പോലും ഈ വ്യക്തി പഠിക്കാനായി ദൂരത്തേക്ക് പോയ ഒരു സാഹചര്യവും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളോടുള്ള വാശി കൊണ്ട് പോയതാണ്. നിങ്ങളെ തോൽപ്പിക്കണം എന്നുള്ള ചിന്തയിൽ പോയതാണ്. അതായത് ദൂരേക്ക് പോയതാണ്. അതിപ്പോൾ അബദ്ധമായി പോയി. നിങ്ങളോട് മിണ്ടാതെ പോയത്, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം നിർത്തിവെച്ചതിന് വളരെയധികം ദുഃഖിക്കുന്നുണ്ട് ഈ വ്യക്തി. വളരെയധികം പശ്ചാത്തപിക്കുന്നുണ്ട് ഈ വ്യക്തി. കാരണം ഈ വ്യക്തിയുടെ അവസ്ഥ ഇപ്പോൾ അതാണ്. 9 ഓഫ് കപ്സും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2 ഓഫ് പെൻറ്റക്കിൾസുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മെയിനായിട്ട് ബോട്ടം ഓഫ് ദ ഡെക്ക് ആണെങ്കിൽ 10 ഓഫ് സോഡ്സുമാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി വിശ്വസിച്ച പല വ്യക്തികളും ഈ വ്യക്തിയെ ചതിച്ചു, നല്ല രീതിയിൽ ചതിച്ചിട്ടുണ്ട്.
ആ ഒരു ചതിവിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്കറിയാം. നിങ്ങളും ഈ വ്യക്തിയും വളരെ നല്ല രീതിയിൽ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ആരാണ് കയറി വന്നത് എന്നുള്ള സത്യവും നിങ്ങൾക്കറിയാം. ആ കയറി വന്ന വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യാഘാതം എന്താണ്, പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതും നിങ്ങൾക്കറിയാം. പക്ഷേ ഈ വ്യക്തി മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രണയബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന പരാജയം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വിള്ളലുകൾ ഇവിടെ വരാൻ കൂടുതലും കാരണമായത് പുറമേയുള്ള വ്യക്തികളുടെ സാന്നിധ്യം തന്നെയാണ്. അതിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായി, പലതും മറച്ചുവെച്ചു, നിങ്ങളെ കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആക്കി. നിങ്ങളുടെ സ്നേഹത്തിൽ കളങ്കമുണ്ടെന്ന് ഈ വ്യക്തി നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകണം. നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും നുണകളാണ് എന്നുള്ള രീതിയിൽ ഈ വ്യക്തി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകണം. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ വളരെയധികം വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ആണെങ്കിൽ പോലും ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങളോട് ചെയ്തു പോയതാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളെ വേണ്ട എന്ന് വെച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. ഈ വ്യക്തി കരിയർ പരമായി ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സക്സസ് ആയിട്ടുള്ള, നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ള, വിവേകമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അധ്വാനശീലനാണ്, നന്നായി അധ്വാനിക്കും, നന്നായി സമ്പാദിക്കും. പക്ഷേ ഒരു വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഈ വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് വെച്ചതുപോലും പലവരുടെയും തീരുമാനം തന്നെയായിരുന്നു, പലവരുടെയും ഉപദേശം കേട്ടുകൊണ്ട് തന്നെയായിരുന്നു. ഈ വ്യക്തി ഒരു പാവ പോലെ കളിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. സ്നേഹം, കരുണ, പണം സമ്പാദിക്കാൻ ഉള്ള വഴികൾ പറഞ്ഞു കൊടുത്തു. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിക്കുണ്ടായപ്പോൾ നിങ്ങൾ പണം കൊടുത്ത് സഹായിച്ചു. നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വ്യക്തിയുടെ കൂടെ നിന്ന് ഈ വ്യക്തിയെ പ്രോത്സാഹിപ്പിച്ചു. മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജം ഈ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തു. പക്ഷെ അപ്പോഴും ഈ വ്യക്തിക്ക് ഒരു പിഴവ് പറ്റിയിരുന്നു. കാരണം ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന മോശപ്പെട്ട വ്യക്തികൾ, എല്ലാവരും മോശക്കാരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, പക്ഷെ നല്ലവരുമുണ്ട്. പക്ഷെ അതിൽ മോശപ്പെട്ട ചില വ്യക്തികൾ ഇതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കണ്ണ് കെട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു വ്യക്തിയുടെ കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ചുറ്റിനുമുള്ളതൊന്നും കാണാൻ കഴിയില്ല, ഇരുട്ടായിരിക്കും. ആ ഒരു അവസ്ഥ തന്നെയാണ് ഈ വ്യക്തിക്ക് സംഭവിച്ചത്. പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ സ്വയം പഴിചാരിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം തകർന്നു വീണ ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും കാരണം തകർന്നു വീണ ഒരവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം ദുഃഖകരമായ രീതിയിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ളവർ പറയുന്നത് പോലെ ഈ വ്യക്തി കേട്ടു. ചുറ്റിനുമുള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ ഈ വ്യക്തി പ്രവർത്തിച്ചു. പക്ഷേ ഈ വ്യക്തിക്ക് ഒരിക്കലും സംതൃപ്തി വന്നില്ല, സമാധാനം വന്നില്ല, സന്തോഷം വന്നില്ല. ചുറ്റിനുമുള്ളവരെ സംരക്ഷിക്കാനും ചുറ്റിനുമുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരെ സംതൃപ്തിപ്പെടുത്താനും വേണ്ടി ഈ വ്യക്തി ഓരോ തീരുമാനങ്ങൾ എടുത്തു. അതിൽ നിങ്ങൾ വളരെയധികം ദുഃഖിതരായിപ്പോയി. കാരണം നിങ്ങളെ വേണ്ട എന്ന് ഈ വ്യക്തി വെച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ ഈ വ്യക്തിയുടെ അമ്മ തന്നെ ആയിരിക്കണം ഇവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു പ്രണയബന്ധം നിർത്തിവെച്ച് ഈ വ്യക്തി ദൂരേക്ക് എവിടേക്കെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ പോയിട്ടുണ്ടായിരിക്കണം. എന്തായാലും ആ ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ വാക്ക് കേട്ട് ചെയ്തു പോയ പ്രവൃത്തി തെറ്റായി പോയി എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. ഇപ്പോൾ ഈ വ്യക്തി മനസ്സിരുത്തി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ഞാൻ ചെയ്തത് തെറ്റാണോ? ഇതെങ്ങനെ തിരുത്താൻ സാധിക്കും? എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ പറ്റും? ഏതൊക്കെ വഴികളിലൂടെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും? നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങൾ സന്തോഷത്തിലാണോ, ദുഃഖത്തിലാണോ? ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ചിന്തകളാണ് ഈ വ്യക്തി
ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൂരെയുള്ള സ്ഥലത്താണെങ്കിൽ കൂടി ആ ഒരു ദൂരം അവസാനിപ്പിച്ചുകൊണ്ട് കീറി മുറിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്നേഹത്തിന്റെ പാനപാത്രം നമുക്ക് ഇത്രയൊക്കെ പ്രശ്നമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് ആ ഒരു സ്നേഹത്തിന്റെ പാനപാത്രമാണ്. സ്നേഹത്തിന്റെ ഒരു തരിയെങ്കിലും ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു വായനയിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സ് ചാഞ്ചാടുന്നുണ്ട്. അതായത് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്ന മറ്റുള്ളവരെ പേടിച്ചിട്ടായിരിക്കണം, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴായിരിക്കണം ഈ വ്യക്തി തെറ്റുകാരനോ തെറ്റുകാരിയോ ആയി പോകുമോ, നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ട വ്യക്തികൾ ഈ വ്യക്തിയെ ഉപേക്ഷിക്കുമോ, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെയാണ് ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, നമുക്ക് 4 ഓഫ് വാണ്ട്സ് കിട്ടിയിട്ടുണ്ട്. അതൊരു വിവാഹത്തെയും വിവാഹ നിശ്ചയത്തെയും അല്ലെങ്കിൽ ഒരുമിച്ച് കാണുന്ന കണ്ടുമുട്ടലുകളെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. 6 ഓഫ് വാണ്ട്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു വിവാഹ ആഘോഷങ്ങളെയും സന്തോഷത്തെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്, വിജയത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ഒരു തവണയെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഈ വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോഴത്തെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ചിലപ്പോൾ വളരെയധികം ദൂരത്തായിരിക്കാം നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. പക്ഷെങ്കിൽ പോലും ആ ഒരു ദൂരം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പോൾ ഈ വ്യക്തിക്ക് ശ്വാസം മുട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളായിരുന്നു ഏക ആശ്വാസം എന്നുള്ള വിശ്വാസം ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായി. തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ അന്തസ്സും അഭിമാനവുമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തിയെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിച്ചു. പക്ഷെ അതും ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല, ഈ വ്യക്തിയുടെ സന്തോഷമെല്ലാം നിങ്ങളുടെ കൈകളിലായിരുന്നു എന്നുള്ളത്. പല സത്യങ്ങളും ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ വ്യക്തിക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തായാലും ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വായന. ഇത് 2ഓ 3ഓ പ്രാവശ്യം, എത്ര പ്രാവശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവോ അത്രത്തോളം കാണുക. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് കാണുക. തീർച്ചയായും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ഈ വായനയിൽ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ഏറ്റെടുക്കുക. നെഗറ്റീവായിട്ട് പറഞ്ഞ് തള്ളിക്കളയരുത്. നെഗറ്റീവ് മൈൻഡ് നിങ്ങൾ പുറത്തേക്ക് വിടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരത്തിൽ ഉള്ളവർ ഈ ഒരു വായന ഒഴിവാക്കുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് ചെയ്താൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.